ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനെയും കാത്തിരിക്കുന്നു അന്ത്യമായ ഒരു പ്രയാണത്തിനായി. ആ പ്രയാണത്തിന് നാം സജ്ജമാവലാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ സ്വധർമ്മം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കൃതകൃത്യത അനുഭവമാകുന്നു. ഇനിയൊന്നും എനിക്ക് ചെയ്യേണ്ടതായിട്ടില്ല എന്നും ഇനിയൊന്നും എനിക്ക് അനുഭവിക്കേണ്ടതായിട്ടില്ല എന്നും ഉള്ള ഒരവസ്ഥ വരത്തക്ക വിധത്തിൽ ഒന്നും ബാക്കി വയ്ക്കാതെ താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർക്കണം. അങ്ങനെ ചെയ്തു തീർത്താൽ തനിക്ക് സന്തോഷത്തോടു കൂടി ഈ ദേഹത്തിൽ നിന്ന് വേർപെടാൻ സാധിക്കും. അതിനാൽ ഒരു കവി പറയുകയാണ്, വാർദ്ധക്യത്തെ ചെറുക്കാനും രോഗത്തെ നേരിടാനുമായി മൃത്യുവെ സ്വീകരിപ്പാനും ചിത്തത്തിൻ ബലമേകണേ. ഭക്ഷണം നീരിറങ്ങാതെ കിടന്നിടും ദിനങ്ങളിൽ രക്ഷോനായകനായിട്ടു ദേവനൻ മുന്നിലെത്തണം. ആ ഒരു അവസ്ഥ, ഭക്ഷണവും വെള്ളവും ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ എല്ലാവർക്കും ഉണ്ടായി എന്ന് വരില്ല. എങ്കിലും അധികം പേർക്കും ഈ ഒരവസ്ഥ നാം കണ്ടുവരുന്നു. അതാണ് ഭക്ഷണം നീരിറങ്ങാതെ കിടന്നിടും ദിനങ്ങളിൽ. അത് എത്ര ദിവസമാണ് എന്നൊന്നും നമുക്ക് ഗണിക്കാനാവില്ല. വെള്ളവും അതുപോലെ ആഹാരവും ഇറങ്ങാൻ കഴിയാതെ കിടക്കുന്ന ആ വേളയിൽ രക്ഷോനായകനായിട്ട് ദേവനൻ മുന്നിലെത്തണം. എന്നെ രക്ഷിക്കാൻ ഭഗവാനെ അവിടുന്ന് എൻ്റെ മുന്നിൽ എത്തണമേ എന്നാണ് ഭക്തനായ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള അസന്നിഗ്ധമായിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടാവും. അപ്പോഴെല്ലാം നമുക്ക് മനസ്സിന് ധൈര്യമേകാൻ, ഏത് വമ്പൻ്റെയും ധൈര്യം പമ്പ കടക്കുന്ന ഒരവസരമാണിത്. കാരണം ഡോക്ടർ കൈയൊഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ പകുതി ശ്വാസം പോയതുപോലെയായി. ഇനി ഒന്നും ചെയ്യാനില്ല, വീട്ടിലേക്ക് പൊയ്ക്കോളൂ, മക്കളെയൊക്കെ കണ്ട് കാണേണ്ടവരെയൊക്കെ കണ്ട് ആഹാരം കഴിക്കേണ്ടതൊക്കെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ മരണത്തെയും കാത്തു കിടക്കാൻ സമയമായി എന്ന് ആ രോഗിക്ക് ബോധ്യമാകുന്നു. അങ്ങനെയുള്ളപ്പോൾ തനിക്ക് ഏക ആശ്രയമായിരിക്കുന്നത് ഈശ്വരൻ ആണ് എന്ന ഒരു ബോധം ഉണ്ടെങ്കിൽ ആ സർവസമർപ്പണം ആ നിമിഷത്തിലെങ്കിലും വരും. ഇതുവരെ നാം ആശ്രയിക്കുന്നത് മറ്റു പലതിനെയുമാണ്. പണത്തെ ആശ്രയിക്കുന്നു. താൻ പ്രഗത്ഭനായ ഡോക്ടറെ കാണിക്കാൻ എൻ്റെ ബന്ധുക്കൾക്കൊക്കെ നല്ല കഴിവുണ്ട്, മികവുണ്ട്, പേരുകേട്ട ഡോക്ടറാണ് എന്നെ ചികിത്സിക്കുന്നത്, അതുകൊണ്ട് ഡോക്ടർക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിൽ. അതുപോലെ മരുന്ന് എൻ്റെ ശരീരത്തിൽ കയറുന്നുണ്ട്, ആ മരുന്നിന് എന്നെ രക്ഷിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസം. ഈ വിശ്വാസങ്ങളെല്ലാം തകർന്നടിയുമ്പോൾ പിന്നത്തെ ഏക ആശ്രയം ഈശ്വരനാണ്. ഈ ദേഹത്തിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞാൽ എനിക്ക് രക്ഷകനായി, എനിക്ക് സഹായിയായി ആ ഭഗവാനെ അവിടുന്ന് ഉണ്ടാവണേ എന്ന് ഏത് വ്യക്തിയും പ്രാർത്ഥിച്ചു പോകും. അതുവരെ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് വാദിച്ചും തർക്കിച്ചും നടന്നിരുന്ന വ്യക്തി ഇത്തരം ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് ചാഞ്ഞു പോവുക സ്വാഭാവികമാണ്. അതിത്തിരി നേരത്തെ ആയിരുന്നുവെങ്കിൽ താൻ ആശ്വാസത്തോടുകൂടി മരിക്കാൻ സാധിക്കുമായിരുന്നു. മരണം ഏത് വ്യക്തിക്കും ഈ ലോകത്തിലുണ്ട്, അതിനെ നാം അഭിമുഖീകരിച്ചേ പറ്റൂ. അതിനു മുമ്പേ നമ്മൾ ആരാണെന്ന സത്യം നമുക്ക് മനസ്സിലായാൽ മരണം നമുക്കല്ല എന്നും ദേഹം
ശരീരത്തിൻ്റെ മരണത്തെ ഒഴിവാക്കാൻ ആരാലും സാധ്യമല്ല എന്നും ബോധ്യമാകും. ദേഹം അനുനിമിഷം മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേ സമയത്ത് പുതിയ പുതിയ സെല്ലുകൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ സെല്ലുകൾ ജീർണിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനാണ് ഈ ജീർണിച്ചു പോകുന്നതിനെ മരണമെന്നും പുതിയത് ഉണ്ടാകുന്നതിനെ ജനനമെന്നും പറയുന്നു. അപ്പം അനുനിമിഷം നമ്മുടെ ഈ ശരീരത്തിൽ ജനന മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും എല്ലാ സെല്ലുകളും നശിച്ച് ഇതിനി പ്രവർത്തനമില്ലാതാകുമ്പോൾ ഇത് വലിച്ചെറിയുന്നത് പോലെ അത് പിന്നീട് നാം വലിച്ചെറിയുന്ന ഒരു പ്രതീതിയാണ് ഈ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടം എല്ലാ മനുഷ്യരും സ്വാഗതം ചെയ്തേ പറ്റൂ. നമുക്കെല്ലാം ആ അവസ്ഥ ഉണ്ട് എന്നും അതിനെ നാം എങ്ങനെ അഭിമുഖീകരിക്കണം എന്നും നാം ധരിച്ചാൽ നമുക്ക് നിർഭയമായി ഈ അവസ്ഥയെ തരണം ചെയ്യാൻ, ഒരാഘോഷമായി ഈ അവസ്ഥയെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു മരണം കേൾക്കുമ്പോൾ പേടി. തീരെ കേൾക്കാത്ത ഒരാൾക്കാണെങ്കിൽ മരിച്ച അന്ന് രാത്രി ഉറക്കം വരില്ല പേടിച്ചിട്ട്. എന്നാൽ ആശുപത്രിയിലെ ഡോക്ടർക്കോ നഴ്സുമാർക്കോ ഒരു പേടിയുമില്ല. കാരണം എന്താണ്? അവിടെ എന്നും മരണം നടക്കുന്നു. എന്നും അവിടെ ജനനവും മരണവും ആശുപത്രിയിൽ എന്നും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് മരിച്ചു പോയാലോ ഒന്ന് ജനിച്ചാലോ അവർക്കതിൽ ഒരു വിശേഷവും തോന്നാറില്ല. അപ്പം നിത്യ സാന്നിധ്യം ഭയത്തെ ഇല്ലാതാക്കുന്നത് പോലെ മരണത്തെ മുൻകൂട്ടി നാം കണ്ട് ഇന്നതൊക്കെയാണെന്ന് മനസ്സിലായി ഈ ശരീരത്തെ നാം ജീർണിച്ച് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന ബോധത്തിൽ ശരീരത്തോടുള്ള അത്യധികമായ ആസക്തി കുറച്ചു കുറച്ച് കൊണ്ടുവരുമ്പോൾ ആ വസ്തു ജീർണിച്ചു പോയതിനെ ഉപേക്ഷിക്കാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല. പിന്നെ ആ ശരീരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുക എന്നത് ഉണ്ടാവുകയേയില്ല. ഈ അവസ്ഥ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയേണ്ടതും നേടേണ്ടതുമാണ്. അതാണ് ഭക്ഷണം നീരിറങ്ങാതെ കിടന്നീടും ദിനങ്ങളിൽ രക്ഷോനായകനായിട്ടു ദേവനൻ മുന്നിലെത്തണം.